ടെൻഷനാണ് ബേബിക്കുട്ട. ആളുകൾ എൻ്റെ സിനിമ എങ്ങനെ സ്വീകരിക്കും എന്നൊക്കെയുള്ള. എന്തായാലും മാറ്റിനിയോട് ജനങ്ങൾ വിധിയെഴുതും. ഭയപ്പെട്ടിട്ട് എന്ത് കാര്യം? അതൊക്കെ ശരിയാണ്. വർഷങ്ങളായി അയാൾ പ്രാക്ടീസ് പോലും ചെയ്യുന്നില്ല. ഒരു ട്രയലൊക്കെ നടത്തുക എന്ന് പറഞ്ഞ സർ, ഐ എം നോട്ട് ഫിറ്റ് ഫോർ ദിസ് കേസ്. എനിക്കറിയാം സർ, നമ്മൾ ഈ കേസ് ജയിക്കും. ഐ ക്യാൻ സെൻസ് ഇറ്റ്. വർഷങ്ങളായി ഞാനൊരു ട്രയൽ അറ്റൻഡ് ചെയ്തിട്ട് ഐ ലോസ്റ്റ് ദാറ്റ് ടച്ച്. ഐ എം നോട്ട് കോൺഫിഡൻറ്റ് എനിമോർ. ഇത്രയുമായിട്ട് ഒരു സിൻസിയറായിട്ടുള്ള ഒരു പെർഫോമൻസ് കണ്ടെത്തുന്ന ലാലേട്ടൻ പോലെ അടിപൊളിയായിരുന്നു. ജിത്തു ജോസഫിന്റെ സ്ക്രിപ്റ്റും മോഹൻലാലിന്റെ അഭിനയം ഒന്നും തോൽപ്പിക്കാൻ പറ്റുന്നില്ല ഇത് ഈ ജോഡിനെ. അങ്ങനെ പറഞ്ഞു കൊടുക്കണം. പടം എവർ ഗ്രീൻ അല്ലേ മോഹൻലാലിന്റെ. ലാലേട്ടൻ സൂപ്പർ. എൻ്റെ ഏറ്റവും നല്ല പടങ്ങളിലൊന്ന് ദൃശ്യത്തിനെക്കാട്ടിയും അടിപൊളി പടം. വാസ്തവത്തിൽ കണ്ണ് നിറഞ്ഞാണ് ഞങ്ങൾ ഇറങ്ങിയത്. ഒരു സ്ത്രീ, ഈ സമൂഹത്തിൽ സ്ത്രീകൾ കാണേണ്ട ഒരു നല്ലൊരു പടമാണ് ഇത്. ദൃശ്യമൊന്നുമല്ല, ബെസ്റ്റ് പടം. ജിത്തു ജോസഫിൻ്റെ ഏറ്റവും ബെസ്റ്റ് പടം. ലാലേട്ടൻ എല്ലാവരും നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്, ഞാൻ പറയാൻ പറ്റും. അടിപൊളി, ഒരു രക്ഷയില്ല. നല്ല സ്ക്രിപ്റ്റിംഗ് ഒക്കെ നന്നായിരുന്നു. ജിത്തു ജോസഫ് ഒക്കെ ലാലേട്ടൻ തിരിച്ചു വരേണ്ട കാര്യമില്ല. ലാലേട്ടൻ എപ്പോഴും ഉള്ള വേറെ ലെവൽ അഭിനയമില്ല. ഒന്നോ വിഷയമില്ല, നിങ്ങളെ കാണണം. ഒന്നും പറയല്ല കേട്ടോ, അത്ര പൊളി. വേറെ വിഷയമില്ല, കരഞ്ഞു. അതാണ് അവസ്ഥ. സത്യം പറഞ്ഞ സൂപ്പർ സിനിമ, ഒരു നെഗറ്റീവ് ഇല്ല. സൂപ്പർ. ലാലേട്ടൻ തിരിച്ചു വന്നു, അത് തന്നെ നമുക്ക് ഭയങ്കര സന്തോഷം കൊണ്ട് വയ്യ. നമ്മൾ അത്രയും ഹാപ്പിയാണ്. ഓ, നമ്മൾ ലാലേട്ടൻ ഫാൻസ് ആയിരുന്നല്ല, മൊത്തത്തിൽ ഈ പടം വമ്പ ഹിറ്റായിരിക്കും, ഒരു മാറ്റവും ഇല്ല. അപ്പാവൻ കളി തുടങ്ങി. Did you expect this? Hey, like you said, it's just a beginning. സത്യം പറഞ്ഞാൽ കണ്ണ് നിറഞ്ഞു. ക്ലൈമാക്സ് സൂപ്പർ പടം. പടം പോയിട്ട് സൂപ്പർ കിടുക. ഇഷ്ടപ്പെട്ടു. ഇനിയും കാണും, ഇനിയും കാണും പടം. മോഹൻലാലിന്റെയും വിജിക്കിന്റെയും അവിടെ മോളും നല്ല അഭിനയാണ്. എല്ലാവരും നല്ല അഭിനയാണ്. പടം അടിപൊളി. കിട്ടി, ഞാൻ ആഗ്രഹിച്ചത് തന്നെ കിട്ടി. നല്ല അസല് സദ്യ ഉണ്ട് എഴുന്നേറ്റവനെ പോലെ സന്തുഷ്ടനാണ്. ലാലേട്ടൻ അടിപൊളിയായിട്ട് തന്നെയാണ് ഇതിനകത്ത് ചെയ്തേക്കണം. മലൈക്കോട്ട വാലിബം വരെ കാത്തിരിക്കേണ്ടി വന്നില്ല തിരിച്ചു വരവിനായിട്ട്. ഈ 2024 ലാലേട്ടൻ ഉള്ളത് തന്നെയാണ്. ഇത് ഒരു തുടക്കമാണ് ഹിറ്റടിക്കാനുള്ള. പിന്നെ ഇതിന്റെ സ്ക്രിപ്റ്റ് നല്ല സ്ട്രോങ് സ്ക്രിപ്റ്റ് ആണ്. സ്ട്രോങ്ങിന്റെ ഒരു ഭാഗ്യം. ഇതൊക്കെ എന്ത് പെർഫോമൻസ്, മോഹൻലാൽ ആസ് ആൻ ആക്ടർ, വെരി ഹാപ്പി ടു സീ ഹിം ബാക്ക്. ആൻഡ് ഇതൊരു തുടക്കമാവട്ടെ എന്ന് വെച്ചു. നന്നായി കണക്ട്, ഇമോഷണലി പേഴ്സണലി കണക്ട് ആകുമ്പോഴാണ് ഒരു പടത്തിന്റെ വിജയം വരുന്നത്. കലക്കിയട, നമ്മൾ കഷ്ടപ്പെട്ടതിന്റെ ഫലം നമുക്ക് കിട്ടി. കഴിഞ്ഞ 25 കൊല്ലായിട്ട് അണ്ണൻ ഇവിടെ ഉണ്ട്. ഇനിയുള്ള 25 കൊല്ലവും അണ്ണൻ ഇവിടെ തന്നെ കാണും. നമ്മളും കൂടെ തന്നെ ഉണ്ടാവും. ഈ കേസിന്റെ വിജയ പരാജയങ്ങളെ കുറിച്ച് പറയാൻ ഞാൻ ആളല്ല. സിനിമയിൽ സമർപ്പിച്ച എൻ്റെ ആരെങ്കിലും ഒരു തിരശ്ശീലയുണ്ട് എന്ന് മറ്റാരേക്കാളും നന്നായി എനിക്കറിയാം. ആ തിരശ്ശീല വീഴുന്നത് വരെ ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ടാകും. ഇനി കാണപ്പോവത് നിജം.